ലോക സൺഡേ സ്കൂൾ പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത് ആരാണ്? റോബർട്ട് റൈസാണ് സൺഡേ സ്കൂൾ പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത്. ഇംഗ്ലണ്ടിൽ അദ്ദേഹം ഒരു പത്രപ്രവർത്തകനായി പ്രവർത്തിക്കുകയായിരുന്നു. വ്യവസായവൽക്കരണം ഇംഗ്ലണ്ടിൽ നടന്ന സാഹചര്യത്തിൽ കുട്ടികൾ വിദ്യാഭ്യാസം ചെയ്യാൻ താല്പര്യമില്ലാതെ ഫാക്ടറി പണികളിൽ ഏർപ്പെട്ടിരിക്കുന്നത് കണ്ടുകൊണ്ടാണ് റോബർട്ട് റൈക്സിന് സൺഡേ സ്കൂൾ പ്രവർത്തനത്തെക്കുറിച്ച് ഒരു താല്പര്യമുണ്ടാകുകയും അങ്ങനെ റോബർട്ട് റൈക്സ് സൺഡേ സ്കൂൾ പ്രസ്ഥാനം ആവശ്യമാണെന്ന് തൻ്റെ പത്രത്തിൽ ലേഖനങ്ങളിലൂടെ ആളുകളെ ബോധവൽക്കരിക്കുകയും അങ്ങനെ ഞായറാഴ്ച ദിവസങ്ങളാണ് ഫാക്ടറിയിൽ ഒഴിവുണ്ടായിരുന്ന ദിവസം. ആ ഒഴിവ് ദിവസം ഫാക്ടറിയിൽ ഒഴിവുണ്ടായിരുന്ന ആ ദിവസം കുട്ടികളെ അക്ഷരജ്ഞാനവും അതോടൊപ്പം തന്നെ ദൈവവചനവും പറഞ്ഞുകൊടുത്ത് ആ നിലയിൽ ആരംഭിച്ചതാണ് ലോകത്തിലെ ആദ്യ സൺഡേ സ്കൂൾ. അതിനുശേഷം ലോകവ്യാപകമായി സൺഡേ സ്കൂൾ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഇന്ന് എല്ലാ ക്രൈസ്തവ വിഭാഗങ്ങളും തന്നെ സൺഡേ സ്കൂളിന് വലിയ സ്ഥാനം കൊടുക്കുന്നുണ്ട്. നമ്മുടെ ചില മുഖ്യധാര സഭകളിൽ പള്ളികളോടൊപ്പം തന്നെ സൺഡേ സ്കൂൾ കെട്ടിടങ്ങൾ പോലും ഉണ്ടായിരുന്നു. അതിൻ്റെ അർത്ഥം അത്രയും കുഞ്ഞുങ്ങളെ ദൈവവചനം പഠിപ്പിക്കുന്നതിന് സഭകൾ സമയം കണ്ടെത്തിയിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ഇപ്പോഴും അതേ രീതിയാണ് സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിന് വലിയ സ്ഥാനം എല്ലാ സഭകളും നൽകുന്നു. പക്ഷേ നമ്മുടെ നാട്ടിലെ കുഞ്ഞുങ്ങളൊക്കെ വിദേശത്തേക്ക് പോകുന്നു, അന്യ സംസ്ഥാനങ്ങളിൽ പഠിക്കാൻ പോകുന്നത് കൊണ്ട് സൺഡേ സ്കൂളിൽ വിദ്യാർത്ഥികളുടെ എണ്ണം കുറയുന്നുണ്ടെങ്കിലും സഭകൾ ഇന്ന് സൺഡേ സ്കൂളിന് സ്ഥാനം ഇല്ലാതെയാക്കിയിട്ടില്ല. അവർ സൺഡേ സ്കൂളിന് വേണ്ടുന്ന എല്ലാ മുൻഗണനയും കൊടുത്തുകൊണ്ട് തന്നെയാണ് എല്ലാ ക്രൈസ്തവ വിഭാഗങ്ങളും പ്രവർത്തിച്ചു വരുന്നത്. അത് നിശ്ചയമായിട്ടും വരും തലമുറകൾക്ക് സൺഡേ സ്കൂൾ പ്രവർത്തനം അനുഗ്രഹമാകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. സൺഡേ സ്കൂളിൽ പഠിക്കുന്ന ഏതൊരു വിദ്യാർത്ഥിയും ദൈവവചനം നന്നായി മനസ്സിലാക്കുകയും ബാല്യത്തിൽ തന്നെ ദൈവത്തിൻ്റെ വചനം ഉൾക്കൊള്ളുന്നത് കൊണ്ട് സമൂഹത്തിൽ അവർ നല്ലവരായി ജീവിപ്പാനായിട്ട് കഴിയും. ദൈവവചനം പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയും ശരിക്കും പഠിച്ചിട്ടുള്ളൊരു വിദ്യാർത്ഥിക്ക്, അത് ഹൃദ്യസ്ഥമായ ഒരു വ്യക്തിക്ക് ലോകത്തിൻ്റേതായ ഒന്നിലും പെട്ട ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമകളാകുവാനോ മറ്റ് യാതൊരുവിധ ജീവിത ശൈലിയിലേക്കോ മാറാൻ കഴിയില്ല. കാരണം അവരുടെ ഹൃദയത്തിനുള്ളിൽ അത്രമാത്രം ദൈവത്തിൻ്റെ വചനം അവരെ ഉറപ്പിച്ചിരിക്കുന്നത് കൊണ്ട് അവർക്ക് വലിയൊരു ബലവും ചൈതന്യവും ഒക്കെയായിട്ട് മാറാറുണ്ട്. അതുകൊണ്ട് സൺഡേ സ്കൂൾ പ്രവർത്തനത്തിന് എല്ലാ സഭകളും പ്രവർത്തിക്കണം. അപ്പോൾ തന്നെ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ സൺഡേ സ്കൂളിൽ പറഞ്ഞയക്കേണ്ടതിന് വളരെ ഉത്സാഹിക്കണമെന്നിവിടെ പറയുന്നു. റോബർട്ട് റൈക്സിന് ഈ അവസരം നമ്മൾ ഓർക്കുകയാണ്.